ഹരേ കൃഷ്ണ. കണ്ണൻ്റെ വനമാലയിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകമെമ്പാടുമുള്ള ഹൈന്ദവ വിശ്വാസികൾ ഭക്തിപൂർവം ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് കുംഭമാസത്തിലെ മഹാശിവരാത്രി. 1000 ഏകാദശിക്ക് തുല്യമാണ് ഒരു ശിവരാത്രി എന്ന് പറയപ്പെടുന്നു. ഈ വർഷത്തെ മഹാശിവരാത്രി വരുന്നത് 2026 ഫെബ്രുവരി 15 കുംഭം 3 ഞായറാഴ്ചയാണ്. ശിവരാത്രികൾ 4 തരത്തിലുണ്ട്. മാസശിവരാത്രി, പക്ഷശിവരാത്രി, യോഗശിവരാത്രി, പിന്നെ മഹാശിവരാത്രി. കുംഭമാസത്തിൽ ചതുർദശി തിഥിയിലാണ് മഹാശിവരാത്രി വരുന്നത്. മഹാശിവരാത്രി വ്രതം അനുഷ്ഠിക്കുക വഴി സകല പാപങ്ങൾ ഇല്ലാതാകുകയും ഐശ്വര്യവും ദാമ്പത്യ സൗഖ്യവും സമ്പദ് സമൃദ്ധിയും തുടർന്ന് മോക്ഷവും കൈവരിക്കുകയും ചെയ്യുന്നു. ഭർത്താവിൻ്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനായി സുമംഗലികളായ സ്ത്രീകൾ വ്രതമനുഷ്ഠിക്കുന്നത് അത്യുത്തമമാണ്. അതും ദമ്പതിമാർ ഒരുമിച്ച് ശിവരാത്രി വ്രതം എടുക്കുന്നത് ശ്രേയസ്കരമാണ്. അജ്ഞാനമാകുന്ന അന്ധകാരത്തെ നീക്കി പ്രകാശം പരത്തുന്ന ദിനമാണിത്. അതായത് ഉറക്കമൊഴിഞ്ഞ് പഞ്ചാക്ഷരി മന്ത്രജപത്തോടുകൂടി ഭഗവാനെ പ്രാർത്ഥിക്കുക വഴി ഏതൊരു വ്യക്തിയും മനഃശുദ്ധി കൈവരിക്കുന്നു. ശിവരാത്രിയുടെ തലേ ദിവസം ഒരിക്കൽ ഊണോടുകൂടി വ്രതം അനുഷ്ഠിച്ചു തുടങ്ങാം. ശിവരാത്രി നാളിൽ പുലർച്ചെ ഉണർന്ന് ശിവക്ഷേത്ര ദർശനത്തോടുകൂടി പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് ഭസ്മം ധരിച്ച് വ്രതമനുഷ്ഠിക്കുക. ശിവരാത്രി ദിവസം പൂർണ്ണമായും ഉപവസിക്കുന്നവരും അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ലഘുവായി ഭക്ഷണം കഴിച്ച് വ്രതമനുഷ്ഠിക്കുന്നവരും ഉണ്ട്. ഓർക്കുക, ഭക്ഷണത്തിലുപരി ഉപവാസം എന്നാൽ ചേർന്നിരിക്കുക, ഈശ്വരനുമായി ചേർന്നിരിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. ജന്മജന്മാന്തരങ്ങളായുള്ള സകല പാപങ്ങളും ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുക വഴി ഇല്ലാതാകുന്നു. അന്നേ ദിവസം ക്ഷേത്രത്തിൽ കൂവളമാല, ജലധാര എന്നീ വഴിപാടുകൾ നടത്തുന്നത് ഉത്തമമാണ്. ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രജപത്തോടുകൂടി ഭഗവാനിൽ പൂർണ്ണമായി സമർപ്പിച്ചു വേണം വ്രതമനുഷ്ഠിക്കാൻ. നാമജപത്തിന് പ്രാധാന്യം നൽകുന്നതോടൊപ്പം ഉറക്കമൊഴിയൽ അല്ലെങ്കിൽ ജാഗരണം ശിവരാത്രിയിൽ പ്രാധാന്യമർഹിക്കുന്നു. അന്നേ ദിവസം ശിവപുരാണം, മഹാമൃത്യുഞ്ജയ മന്ത്രം, പഞ്ചാക്ഷരി മന്ത്രം എന്നിവ ചൊല്ലുക. രാത്രിയുടെ 4 യാമങ്ങളിലും അന്നേ ദിവസം ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകൾ നടക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അത് കണ്ടു തൊഴുന്നത് ശ്രേഷ്ഠമാണ്. ശിവരാത്രി ദിവസം രാത്രിയിൽ ഉറക്കമൊഴിഞ്ഞ് ഭഗവാനെ ധ്യാനിച്ച് പുലർച്ചെ കുളിച്ച് ശുദ്ധിയായി ക്ഷേത്ര നിർമ്മാല്യം കണ്ടു തൊഴുത് ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന തീർത്ഥം കുടിച്ച് അല്ലെങ്കിൽ പാരണ ചെയ്ത് ലഘുവായ ഭക്ഷണം കഴിച്ച് അല്ലെങ്കിൽ ഒരിക്കൽ ഊണോടുകൂടി അന്നും വ്രതമനുഷ്ഠിക്കുക. അന്നേ ദിവസം ദാനം ചെയ്യുക ശ്രേയസ്കരമാണ്, പ്രത്യേകിച്ച് അന്നദാനം. ശിവരാത്രിയുടെ പിറ്റേ ദിവസം സന്ധ്യ കഴിഞ്ഞ് നക്ഷത്രം കണ്ടാണ് സാധാരണയായി എല്ലാവരും വ്രതം അവസാനിപ്പിക്കുക. ഇനി ശിവരാത്രിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യം എന്താണെന്ന് നോക്കാം. പാലാഴി മദനം നടത്തിയപ്പോൾ രൂപം കൊണ്ട കാളകൂട വിഷം ഭൂമിയിൽ പതിച്ചാൽ ലോകം തന്നെ കത്തിയമരുമെന്ന് മനസ്സിലാക്കിയ ലോകൈകനാഥനായ മഹാദേവൻ കാളകൂട വിഷം പാനം ചെയ്തു. എന്നാൽ വിഷം ഭഗവാന്റെ ഉള്ളിൽ ചെല്ലാതിരിക്കുവാൻ പാർവതീദേവി അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ പൊത്തിപ്പിടിച്ചു. എന്നാൽ ആ വിഷം പുറത്തേക്ക് പോകാതിരിക്കുവാൻ ഭഗവാൻ മഹാവിഷ്ണു ശിവഭഗവാന്റെ വായ പൊത്തിപ്പിടിക്കുകയും ചെയ്തപ്പോൾ വിഷം മഹാദേവന്റെ കണ്ഠത്തിൽ തന്നെ ഇരിക്കുകയും ഭഗവാന് നീലകണ്ഠൻ എന്ന പേര് വരികയും ചെയ്തു. ഭഗവാന് യാതൊരു തരത്തിലുള്ള ആപത്തും ഉണ്ടാകാതിരിക്കുവാൻ പാർവതീദേവിയും സഖിമാരും ഭഗവാന് വേണ്ടി പ്രാർത്ഥിച്ച് ഉറക്കമിളച്ചിരുന്ന ദിവസമാണ് ശിവരാത്രി ദിനം. ഏവർക്കും ലോകൈകനാഥനായ മഹാദേവന്റെയും പാർവതീദേവിയുടെയും അനുഗ്രഹമുണ്ടാവട്ടെ. രാധേശ്യാം.